കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ജില്ലയെ വിറപ്പിച്ച് മിന്നൽ ചുഴലി. പൂച്ചട്ടിയിലും കൊഴുക്കുളിയിലും മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. ഭവൻസ് സ്കൂളിൽ മരങ്ങൾ വാഹനങ്ങളുടെ മുകളിലേക്ക് വീണു. വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പറപ്പൂക്കര രാപ്പാൾ പള്ളത്ത് ശക്തമായ മഴയിൽ കുറുമാലിപ്പുഴയുടെ ബണ്ട് ഇടിഞ്ഞു. പുഴ ഗതിമാറി ഒഴുകുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്. AC മൊയ്തീൻ MLA കരിങ്കൊടി കാണിക്കാൻ ശ്രമം. 3 കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം നീളും. ഗുരുവായൂർ നഗരസഭ ടൗൺഹാൾ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ തത്സമയം പ്രദർശിപ്പിക്കുന്നതിനായി GSA എന്ന സംഘടനയ്ക്ക് വിട്ടുനൽകാനുള്ള നീക്കത്തിന് തിരിച്ചടി. നഗരസഭാ കൌൺസിലിന്റെ തീരുമാനത്തിനെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. പാലപ്പിള്ളി മേഖലയിൽ രാത്രികാലങ്ങളിൽ അമിത ഉയരത്തിൽ തടി കയറ്റിപ്പോകുന്ന ലോറികൾ വ്യാപകമായി കേബിളുകൾ നശിപ്പിക്കുന്നതായി പരാതി. COA പുതുക്കാട് മേഖലാ സെക്രട്ടറിയാണ് വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകിയത്. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയെ വിറപ്പിച്ച് മിന്നൽ ചുഴലി. പൂച്ചട്ടിയിലും കൊഴുക്കുള്ളിയിലും മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. പൂച്ചട്ടി, കൊഴുക്കുള്ളി, വില്ലടം, വിൽവട്ടം മേഖലകളിലാണ് മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായത്. നിരവധി മരങ്ങൾ കടപുഴകി. ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് മരങ്ങൾ മുറിച്ചുമാറ്റി റോഡിലെ തടസ്സങ്ങൾ നീക്കിയത്. പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ വളപ്പിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വാഹനങ്ങളുടെ മുകളിൽ വീണു. 2 മിനിറ്റ് നേരമാണ് ചുഴലിക്കാറ്റ് വീശിയത്. 4 വാഹനങ്ങൾ തകർന്നു. ഒരു വാഹനം 2ആയി പിളർന്നു. മരങ്ങൾ വീണ് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെ രക്ഷാകർത്താക്കളും മറ്റു വാഹനങ്ങളെ ഡ്രൈവർമാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. KG വിഭാഗം കെട്ടിടത്തിന്റെ മുകളിലേക്ക് മാവ് കടപുഴകി വീണത്. കെട്ടിടത്തിന്റെ ട്രസ്സിന്റെ ഇരുമ്പുതൂൺ പറന്നു നീങ്ങി. കൊഴുക്കുള്ളി മേഖലയിലും ചുഴലിക്കാറ്റ് വ്യാപകമായ നാശനഷ്ടമുണ്ടാക്കി. 3 വീടുകളുടെ മേൽക്കൂര വീണു. നിരവധി മരങ്ങളും വൈദ്യുതി തൂണുകളും കാറ്റിൽ നിലംപൊത്തി. ചേറൂർ, വില്ലടം മേഖലയിലും ചുഴലിക്കാറ്റ് നാശം വിതച്ചു. പൂച്ചട്ടിയിൽ ഒഴിവായത് വൻ ദുരന്തം. മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൂച്ചട്ടിയിലെ ഭവൻസ് വിദ്യാമന്ദിർ. സമയം രാവിലെ 8:55. വലിയ ചുഴലിക്കാറ്റ് വീശുന്നു. അകമ്പടിയായി മഴയും. ഇതോടൊപ്പം തന്നെ തേക്ക് മരങ്ങൾ ഉൾപ്പെടെ മറിഞ്ഞ് വാഹനങ്ങൾക്ക് മുകളിലേക്ക് ഉൾപ്പെടെ വീണത് LKG വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ ക്ലാസ് മുറിക്ക് തൊട്ട് മുന്നിലായി. 10 മണിക്കാണ് ക്ലാസ് തുടങ്ങുക. വിദ്യാർത്ഥികൾ വന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആർക്കും പരിക്കില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, വലിയ ദുരന്തമാണ് ഒഴിവായത്. തേക്ക് മരങ്ങൾ ഉൾപ്പെടെ മറിഞ്ഞു വീണപ്പോൾ തേക്ക് മരങ്ങളും വലിയ മാവും ഉൾപ്പെടെ മറിഞ്ഞു വീണു. നമുക്ക് ഈ വിദ്യാലയത്തിൻ്റെ മുറ്റത്തെ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തിലേക്കാണ് മരം മറിഞ്ഞു വീണത്. വലിയ രീതിയിൽ ഇവിടെ കഴിഞ്ഞ ദിവസം വരെ കുട്ടികൾ ഓടിക്കളിച്ചിരുന്ന ഈ സ്ഥലത്ത് മരം മറിഞ്ഞു വീഴുമ്പോൾ ഇപ്പോൾ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം ആഘാതമാണ്, എന്തുമാത്രം ദുരന്തമാണ് സംഭവിക്കുക എന്നുള്ളത് പറഞ്ഞ് അറിയിക്കേണ്ടതില്ല. ആ പൂച്ചട്ടി ഭവൻസ് വിദ്യാമന്ദിറിൻ്റെ സ്കൂൾ മുറ്റത്തെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മരം മറിഞ്ഞു വീണ ദൃശ്യങ്ങൾ. കുട്ടികൾ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന, ഇന്നലെ ഇതേ സമയത്ത് കുട്ടികൾ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മരങ്ങൾ മറിഞ്ഞു വീണതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും രക്ഷിതാക്കൾക്കും അധ്യാപകന്മാർക്കും ആ ആഘാതം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ആഘാതത്തിലാണ്. കുട്ടികൾക്കിന്ന് അവധി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ തൊട്ട് മുമ്പിലുള്ള വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ വലിയ ആഘാതത്തോടെ നിങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? വലിയ ശബ്ദത്തോടു കൂടിയാണ്? ഇല്ല, ശബ്ദമൊന്നും അധികം ഉണ്ടായിരുന്നില്ല. കാറ്റാണ്. കാറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുറ്റി പിടിച്ച് അങ്ങനെ ഇതായതെന്ന് മാത്രം. മറിഞ്ഞു വീഴാണ്.
അതെ, വലിയ ഭാഗ്യമാണ്. എന്തായാലും വലിയ അപകടങ്ങൾ കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. ഉടൻ തന്നെ ഇവിടുത്തെ സമീപത്തെ വൈദ്യുതി വിതരണമെല്ലാം തടസ്സപ്പെട്ടു, വൈദ്യുതി കമ്പികൾക്ക് മുകളിലേക്കും വീണു. ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും എല്ലാം എത്തിച്ചേരുകയായിരുന്നു. വലിയൊരു ദുരന്തം ഒഴിവായി അല്ലേ? വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. നമുക്ക് ഇപ്പോൾ കറക്റ്റ് സ്കൂളിലേക്ക് കുട്ടികൾ എത്തിക്കേണ്ട വണ്ടികളിൽ വാഹനങ്ങൾ എത്തിക്കണമെങ്കിൽ സമയത്താണ് ഈ കാറ്റെല്ലാം നമ്മളിപ്പോൾ കണ്ട മരങ്ങൾ ഒരുമിച്ചാണ് വീണ്. അത് തന്നെ ഇവിടെ തന്നെയാണ് 2-3 പില്ലർ പിഴുത് വീണിട്ടുണ്ട്. ഭാഗ്യം കൊണ്ടാണ്, ഭാഗ്യം ഒന്നിന് പറയാൻ പറ്റുള്ളൂ, ദൈവാനുഗ്രഹം. അതായത് ഒന്നും അങ്ങോട്ടല്ല വീണ്, സ്കൂളിലേക്കല്ല വീണ്, 2 പില്ലർ അവിടെ പിഴുത് വീണിട്ടുണ്ട്. ഒന്ന് ഇങ്ങോട്ടേക്കാണ് മറിഞ്ഞു വീണ്. ഈ മാവാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വീണത്. വലിയൊരു ദുരിതമാണ്. ഇന്നത്തെ കാലവർഷത്തിന് മുമ്പായി അപകടകരമായ മരച്ചില്ലുകളെല്ലാം വെട്ടിമാറ്റാൻ ഫയർഫോഴ്സ് നിർദ്ദേശം നൽകാറുണ്ട്. പക്ഷേ ഇത് മരച്ചില്ല ഒട്ടി വീഴുകയല്ല, വലിയ മരം തന്നെ കടപുഴകി വീഴുകയാണ്. മരം മാത്രമാണ്, സ്കൂളിൻ്റെ 2 വലിയ പില്ലറുകളാണ് ആ വീണ് കിടക്കുന്നത്. ഒന്ന് സ്ഥാനം മാറി കിടക്കുക, ഒന്നാണ് പിഴുത് വീണ് കിടക്കുകയാണ്. എന്ത് ഭാഗ്യമാണിത്. എന്താണ് ഇപ്പോൾ ഇപ്പർ സൈഡിലേക്ക് സ്കൂളിലേക്ക് വീടാതെ മറു സൈഡിലേക്ക്. വിദ്യാലയങ്ങൾക്ക് സമീപമുള്ള മരങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമായി. നമ്മളിത് തണൽ വേണം, പക്ഷേ നമുക്ക് അപകടകരമായ രീതിയിൽ ഉള്ള മരങ്ങൾ നമ്മൾ മുറിച്ച് മാറ്റേണ്ടതാണ്. അത് നിർദ്ദേശം കൊടുക്കാറുണ്ട്, എല്ലാ വർഷവും സ്കൂളുകൾക്ക് നിർദ്ദേശം കൊടുക്കാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഈ ചുഴലിയാണ്, എല്ലാ മരങ്ങളും ഒടിഞ്ഞല്ല വീണ്, കടപുഴകിയാണ് വീണ്, പീടിയെടുത്തുകൊണ്ട് പോകുന്ന രീതി. വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിവായത്. നമുക്ക് ആ ദൃശ്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. വലിയ തേക്ക് മരങ്ങൾ ഉൾപ്പെടെ സമീപത്തെ വീടിൻ്റെ മുകളിലേക്ക് വരെ ആ ചില്ലയുടെ ഭാഗങ്ങൾ എത്തിയിട്ടുണ്ട്. അധ്യാപികയാണ് അല്ലേ? എവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഞാൻ ക്ലാസ്സിലായിരുന്നു. ഇത് സംഭവിക്കുമ്പോൾ ക്ലാസ്സിലായിരുന്നു. പെട്ടെന്നാണ് കാറ്റ് വീശി, ആദ്യം കറണ്ട് പോയി, പിന്നീട് കാറ്റ് വീശി ആകെ കൂടി ഒരു വലിച്ചെടുക്കുന്ന ഒരു പ്രതീതിയെ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ. ആർക്കും ആളഭയമില്ല, മക്കളെല്ലാവരും സേഫാണ്. കുട്ടികൾ എത്തി തുടങ്ങിയിരുന്നു. കാരണം സ്കൂൾ ടൈം 9 മണിയാണല്ലോ. പക്ഷേ ആർക്കും ഒന്നും. LKG 10 മണി മുതലാണ്, അതുകൊണ്ട് തന്നെ ആ സമയം എല്ലാ ക്ലാസ്സും LKG UKG സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ മഴയൊക്കെ ആയ കാരണം കുട്ടികളും വണ്ടികളും ഒക്കെ കുറച്ചൊക്കെ ലേറ്റ് ആവുമല്ലോ. കാരണം അധികം കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയിരുന്നില്ല, കുട്ടികൾ എത്തിയിരുന്നു. എന്തായാലും വലിയ ദുരന്തം ഒഴിവായി. നമുക്ക് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കുട്ടികൾ ഓടിക്കളിച്ചുകൊണ്ടിരുന്നൊരു സമയമാണ്. എന്നിരുന്നെങ്കിൽ എന്തുമാത്രം വലിയ അപകടമാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഇപ്പോഴും മരങ്ങൾ വീണ വാഹനങ്ങൾ ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് ഫയർഫോഴ്സും പറയുന്നത് വിദ്യാലയങ്ങൾക്ക് സമീപമുള്ള, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെല്ലാം പഠിക്കുന്ന ക്ലാസ്സുകൾക്ക് മുമ്പിലുള്ള മരങ്ങളെക്കുറിച്ച് അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുള്ളത് കൂടിയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടനോടൊപ്പം മുകേഷ് ലാൽ. കൊഴുക്കുള്ളിയിലും മിന്നൽ ചുഴലി, നിരവധി വീടുകൾക്ക് നാശനഷ്ടം. ചുഴലിക്കാറ്റിൽ കൊഴുക്കുള്ളിയിലും വ്യാപക നാശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് വീടുകളുടെ മേൽക്കൂര പറന്ന് റോഡിലാണ്. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണു. ഈ വഴിയിൽ ആ സമയത്ത് വാഹന ഗതാഗതം ഉണ്ടായിരുന്നില്ല, അത്രയേറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം. പൂച്ചട്ടിയിലെ സ്കൂളിലെ പോലെ തന്നെ വലിയ ദുരന്തം ഒഴിവായി അല്ലേ? വലിയ ദുരന്തമാണ് ഒഴിവായത്. യഥാർത്ഥത്തിൽ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ കുട്ടികൾ പൂർണ്ണമായിട്ട് അതിനുള്ളിൽ കയറിയില്ലായിരുന്നെങ്കിൽ ആ വാഹനത്തിലേക്ക് വീണ പിന്നെ ഒറ്റ മരം മാത്രം മതി വലിയൊരു ദുരന്തത്തിന് ഇടവരുന്നത്. ഇപ്പോൾ ഈ റോഡിൻ്റെ പ്രത്യേകത, മൂർക്കനിക്കർ റോഡിൽ പണി നടക്കുന്നതുകൊണ്ട് BMBC ആയതുകൊണ്ടും എല്ലാ വാഹനങ്ങളും ഈ വഴിയാണ് കടന്നു പോകുന്നത്. ഈ പോസ്റ്റ് വീഴുന്നതിന് തൊട്ട് മുമ്പ് യഥാർത്ഥത്തിൽ ഒരു കുട്ടികളെ കയറ്റിയിട്ടുള്ള ബസ് ഇതിലൂടെ പാസ് ചെയ്തേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വലിയ ദുരന്തം. ഒട്ടേറെ പോസ്റ്റുകൾ 50-ലേറെ പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ചാനൽ വെച്ചാണ് ഈ ചുഴലിക്കാറ്റ് വന്നിട്ടുള്ളത്. ആ പൂച്ചട്ടിയിൽ നിന്ന് ആരംഭിച്ച് ഈ പോർഷനിലൂടെ കടന്ന് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ ഒരു വഴിയിലൂടെ നേരെ അങ്ങോട്ട് പോവുകയാണ്. വഴിയിലുള്ള എല്ലാ മരങ്ങളും പോയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ കാണുന്ന 2 നില ബംഗ്ലാവിൻ്റെ മുകളിലുള്ള ഫാൻസി ഓടുകൾ പൂർണ്ണമായും വലിയ ദൂരത്തേക്ക് ഹുങ്കാര ശബ്ദത്തോട് കൂടിയിട്ടാണ്. അതെ, ഇതിന് വരുന്നതിന് തന്നെ ഒരു ശബ്ദം ഉണ്ടായിരുന്നു. ആളുകൾ ആകെ പേടിച്ചിട്ടുണ്ട്. കടന്നു വരുന്ന വഴി മുഴുവൻ ജനങ്ങൾ ഭീതിയിലാണ് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഉണ്ടായത്. ജനപ്രതിനിധികളും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമൊക്കെ അതിവേഗം പ്രവർത്തനക്ഷമമായതുകൊണ്ട് പിന്നെ തുടർന്നുള്ള ദുരന്തങ്ങൾ, ഇപ്പോൾ കറണ്ട് പൂർണ്ണമായിട്ട് ഈ പോർഷനിലെല്ലാം പോയിട്ടുണ്ട്. ഈ പ്രദേശത്തെ ആളുകളെല്ലാം വലിയ ഭീതിയിലുമാണ്. രാജൻ കുറേ വർഷങ്ങളായി ഒല്ലൂരിലെ MLA ആണ്. നമ്മൾ സമീപ വർഷങ്ങളിലൊന്നും കേൾക്കാത്ത രീതിയിൽ ഈ ചുഴലിക്കാറ്റ് നമുക്ക് തൃശ്ശൂരൊക്കെ നമ്മൾ മുമ്പൊക്കെ പല സ്ഥലത്തും കേൾക്കുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ പതിവായി വരികയാണ്. അല്ല, ഇപ്പോൾ ഒരു 3-4 വർഷക്കാലം മുമ്പ് തൊട്ടപ്പുറത്ത് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിന് ചുറ്റുമുള്ള പ്രദേശത്ത് ഇതുപോലൊരു ചുഴലി കടന്നുപോയി. അപ്പോൾ ഇത് ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. തൃശ്ശൂരിൻ്റെ പല മേഖലകളിലും പല പേരുകളിലുള്ള ചുഴലി പ്രകൃതിക്ഷോഭവുമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ്. സർക്കാർ ഇതിനെ ഒരു പ്രത്യേക ദുരന്തമായിട്ട് കാണണം. ഈ വിഷയത്തിൽ STRF മാത്രം നൽകിയ പോരാ,
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നഷ്ടപരിഹാരത്തിന് കൂടി നാം ഊന്നൽ കൊടുക്കേണ്ട ഒരു പ്രത്യേക ഘട്ടമുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ സമീപത്തെ നിരവധി വീടുകളുടെ മേൽക്കൂരകൾ റോഡിലേക്ക് വീണിരിക്കുന്നു. ഇനി വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുഴലിക്കാറ്റ് തുടർച്ചയായി ജില്ലയിൽ വിവിധ മേഖലകളിൽ വരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യത കൂടിയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടറിനോടൊപ്പം മുകേഷ് ലാൽ. ചുഴലിക്കാറ്റിൽ വില്ലടം മേഖലയിലും വ്യാപക നാശനഷ്ടം. അപ്രതീക്ഷിതമായ ചുഴലിക്കാറ്റിൽ വില്ലടത്തും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് നോക്കിയാൽ അറിയാം, നിരവധി മരങ്ങളാണ് കടപുഴകി വീണ് കിടക്കുന്നത്. പ്ലാവ് ഉൾപ്പെടെ വലിയ മരങ്ങൾ കടപുഴകി വീണു. 1 മിനിറ്റിൽ താഴെ മാത്രമാണ് ചുഴലി വീറ്റിയത്. വലിയ ഹുങ്കാര ശബ്ദത്തോടു കൂടി ചുഴലി കടന്നു വരുന്നു. ഈ പ്രദേശമാകെ തകർത്ത് തരിപ്പണമാക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഈ ഷീറ്റ് വീണ് കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഒരു വീടിൻ്റെ മേൽക്കൂരയിൽ ഉണ്ടായിരുന്ന ഷീറ്റാണ്. ആ ഷീറ്റ് പറന്ന് വന്നത് ആ വീടിൽ നിന്ന്, ആ പച്ച നിറമുള്ള വീടിൻ്റെ ടെറസിന് മുകളിലുണ്ടായിരുന്ന മേൽക്കൂരയാണ് ചുഴലി എടുത്ത് ഈ വീടിന് മുകളിലേക്ക് എത്തിച്ചത്. ആ വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒഴിവായി. പക്ഷേ നിരവധി നാശനഷ്ടങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ, ഈ ഓട്ടോറിക്ഷയുടെ ചില്ലിലേക്ക് നോക്കിയാൽ അറിയാം മരച്ചില്ലകൾ വീണും. അതുപോലെ തന്നെ ദൃക്സാക്ഷികൾ വളരെ ഭീതിതമായ ഒരു ചുഴലിക്കാറ്റായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വീട്ടിലുണ്ടായിരുന്നോ? നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നോ? എത്ര മണിക്കായിരുന്നു? ഒരു 8:30-9 മണിക്കുള്ളിൽ. അപ്പം നമ്മൾ പെട്ടെന്ന് ഈ വാതിൽ തുറന്നെടുക്കായിരുന്നു. അപ്പോൾ കുട്ടി അടക്കളേര അവിടെയായിരുന്നു. അപ്പോൾ ഈ ലാവ് കിടന്ന് ഇങ്ങനെ കറങ്ങണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വാതിലടച്ചു. പിന്നെയാണ് ഈ ഷീറ്റ് മുകളിൽ കൂടെ പോയ സൗണ്ട് കേൾക്കുന്നത്. ശരിക്കും പേടിച്ചു പോയി. ശരിക്കും ഭീതിതമായ ഒരു അവസ്ഥയാണ്. തൊട്ടടുത്ത വീട്ടിൽ, ഇവരുടെ വീട്ടിലെ മേൽക്കൂരയാണ് പറന്നുപോയത്. ഈ വീട്ടിലെ മാത്രമല്ല, സമീപത്തെ നിരവധി വീടുകളിലെ മേൽക്കൂരകൾ പറന്നു പോയിട്ടുണ്ട്. ഈ വീടിൻ്റെ മേൽക്കൂരയാണ് അങ്ങോട്ട് പറന്നു പോയത് അല്ലേ? ആ സമയത്ത് വീടിൻ്റെ പുറത്ത് ആരുമില്ല. നിങ്ങൾ പുറത്തായിരുന്നു? അത് എങ്ങനെയായിരുന്നു? ആ വണ്ടിയൊക്കെ പോറ്റിണ്ട്. ശബ്ദം കേട്ടാണോ പുറത്തിറങ്ങിയില്ല. അപ്പോഴും ഗ്രേറ്റിൻ്റെ ഉള്ളിലൂടെ നോക്കുക ചെയ്ത് ഗ്രില്ലിനോട് നോക്കിയപ്പോൾ ഇവിടെ കിടിഞ്ഞു. പിന്നെ അതൊക്കെ കാണാണ്ട് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. 1 മിനിറ്റിൽ താഴെ മാത്രം നീണ്ട ആ ചുഴലി. നമുക്കറിയാം, ഈ പറമ്പിലേക്കൊക്കെ നോക്കിയാൽ അറിയാം, വട്ടം ചുറ്റുകയായിരുന്നു കാറ്റിലെന്നാണ് പറയുന്നത്. അത്രയേറെ ഭീതിതമായ ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. മരങ്ങളെല്ലാം കടപുഴകി വീഴുകയായിരുന്നു. ഈ സമയത്ത് വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. ശബ്ദം കേട്ടാണ് പലരും പുറത്തിറങ്ങുന്നത്. എന്തായാലും വലിയ നാശനഷ്ടങ്ങളാണ് വില്ലടത്തും സംഭവിച്ചത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടറിനോടൊപ്പം മുകേഷ് ലാൽ. ഗുരുവായൂർ പഞ്ചാരമുക്ക് റോഡിൽ പെരുന്തട്ട ശിവക്ഷേത്രത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കും പൊടിഞ്ഞു വീണു. റിട്ടയർഡ് കായിക അധ്യാപകൻ തിരുവങ്കിടം ചാലക്കൽ ജോളി ജോണിന് കാറിന് മുകളിലേക്കാണ് മരം വീണത്. അപകടത്തിൽ കാറിന് കേടുപാട് പറ്റിയെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മരം വീണതിനെ തുടർന്ന് ഈ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഉടൻ തന്നെ നാട്ടുകാർ കാറിന് മുകളിൽ നിന്ന് മരക്കൊമ്പുകൾ മാറ്റി. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. ടെമ്പിൾ പോലീസ് എത്തിയാണ് ഗതാഗതം പൂർണ്ണസ്ഥിതിയിലാക്കിയത്. ശക്തമായ കാറ്റിലും മഴയിലും വരാക്കരയിൽ തേക്ക് കടപുഴകി വീണ് വീടിന് മുകളിൽ വീണു. വരാക്കര കപ്പേളയ്ക്ക് സമീപം മുല്ലയ്ക്കപ്പറമ്പിൽ ലതയുടെ വീടിന് മുകളിലേക്കാണ് പറമ്പിലെ തേക്ക് കടപുഴകി വീണത്. വീടിന്റെ ട്രസ് തകർന്നു. കോൺക്രീറ്റ് ഗോവണിക്കും കേടുപാടുകൾ സംഭവിച്ചു. ഡയാലിസിസ് രോഗിയായ ലത മുറ്റത്തുനിന്ന് വീടിനുള്ളിലേക്ക് കടന്ന സമയത്താണ് അപകടം. വീട്ടുകാർ അളകപ്പനഗർ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് മഴയിൽ വീട് തകർന്നു. വയോധികയുൾപ്പെടെയുള്ള വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മണ്ണാറത്താഴം ചൂളക്കടവിൽ നൌഷാദും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം നിലം പതിക്കുകയായിരുന്നു. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന നൌഷാദിന്റെ മാതാവും സഹോദരനും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ജീർണാവസ്ഥയിലായ വീട്ടിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. ചാവക്കാട് തിരുവത്രയിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങുകൾ കടപുഴകി വൈദ്യുതി കാലുകൾ ഒടിഞ്ഞു വീണു. പോസ്റ്റുകൾ ഒടിഞ്ഞ് വൈദ്യുതി കമ്പികൾ പൊട്ടി. ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സംഭവം. മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. പറപ്പൂക്കര രാപ്പാൾ പള്ളത്ത് ശക്തമായ മഴയിൽ കുറുമാലി പുഴയുടെ ബണ്ട് ഇടിഞ്ഞു. പുഴ ഗതിമാറി ഒഴുകുമെന്ന ആശങ്കയിൽ നാട്ടുകാർ.
ബണ്ടിടിഞ്ഞതോടൊപ്പം പുഴയോരത്ത് നിന്നിരുന്ന 2 വൻമരങ്ങളും പുഴയിലേക്ക് പതിച്ചു. 15 മീറ്ററോളം നീളത്തിലും 6 അടിയിലേറെ ആഴത്തിലുമാണ് ബണ്ടിടിഞ്ഞത്. മഴ ശക്തമാകുന്നതോടെ വെള്ളമുയർന്ന് പുഴ ഗതിമാറി ഒഴുകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പുഴയ്ക്കു കുറുകെ വീണുകിടക്കുന്ന മരങ്ങൾ ഒഴുക്കിന് തടസ്സമാകുമെന്നും ബണ്ടിടിഞ്ഞ ഭാഗത്തേക്ക് വെള്ളമെത്തി കൂടുതലായി ബണ്ടിടിയാൻ ഇത് കാരണമാകുമെന്നും നാട്ടുകാർ പറയുന്നു. പുഴ ഗതിമാറി ഒഴുകിയാൽ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറും. ബണ്ടിന്റെ ഒരു വശം പുഴയിലേക്ക് ഇടിഞ്ഞതോടെ ബണ്ടിന് ബലക്ഷയം സംഭവിച്ചതായും നാട്ടുകാർ പറയുന്നു. ബണ്ട് തകർന്നാൽ 100 കണക്കിന് വീട്ടുകാരെയാണ് ബാധിക്കുക. 2018 പ്രളയത്തിൽ ഈ പ്രദേശത്ത് ബണ്ടിടിഞ്ഞ് പുഴ ഗതിമാറി ഒഴുകിയിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ പുഴ കവിഞ്ഞൊഴുകുമെന്ന ഭീതിയിൽ വീട്ടുകാർ മാറി താമസിക്കുകയാണ് പതിവ്. ബണ്ടിടിഞ്ഞ ഭാഗത്ത് മണൽച്ചാക്കുകൾ കൊണ്ട് താൽക്കാലികമായി ബണ്ട് കെട്ടണമെന്നും പുഴയിൽ വീണുകിടക്കുന്ന മരങ്ങൾ എടുത്തുമാറ്റണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. താമസം മാറിപ്പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് ഈ ബണ്ടിൻ്റെ ശോചനാവസ്ഥ നിലനിന്നിരുന്നത്. ശരിയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അനുഭവം വന്നുപെട്ടിരിക്കുന്നത്. മരം കടപുഴകി വീണ് ബണ്ട് ഏകദേശം 15 മീറ്ററോളം നീളത്തിലും ഒരു 6 മീറ്ററോളം ആഴത്തിലും പുഴയിലേക്ക് ഒലിച്ചു പോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആകെ ഭീതിയിലാണ്. ബണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള മറ്റു പഞ്ചായത്തുകളിലും ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് സംജാതമായിട്ടുള്ളത്. അതുകൊണ്ട് അധികാരികളോട് പറയാനുള്ളത് എത്രയും വേഗം ഈ മരം മുറിച്ചു മാറ്റി ഈ മണ്ണിടിഞ്ഞു പോയ ബണ്ടിൻ്റെ ഭാഗം അത്രയും താൽക്കാലികമായെങ്കിലും മൺചാക്കുകൾ നിരത്തി ഉയർത്തി ഫില്ല് ചെയ്യാൻ അധികാരികൾ തയ്യാറാവണമെന്ന് ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇവിടെ അപേക്ഷിക്കുകയാണ്. എത്രയും വേഗം ഇടിഞ്ഞ ബണ്ട് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജില്ലാ കളക്ടർക്കും പുതുക്കാട് MLAയ്ക്കും പരാതി നൽകി. TCV ന്യൂസ്, പുതുക്കാട്. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് MLA AC മൊയ്തീനെ കരിങ്കൊടി കാണിക്കാനെത്തിയ 3 കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, KSU അസംബ്ലി പ്രസിഡന്റ് അക്ഷയ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി റോഷിത് ഓടാട്ടെ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം ബോയ്സ് സ്കൂളിലെ ആദരവ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു MLA. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ ആഴക്കടൽ മീൻപിടുത്തം പൂർണ്ണമായി സ്തംഭിക്കും. മീനുകളുടെ പ്രജനനകാല സംരക്ഷണം ലക്ഷ്യമിട്ട് ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകൾക്ക് 52 ദിവസമാണ് നിയന്ത്രണം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധന കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോകാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ല. എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും കടലിൽ മത്സ്യബന്ധനത്തിന് പോകാം. എന്നാൽ കുഞ്ഞൻ മീനുകളെ പിടിക്കുന്നതിന് നിരോധനമുണ്ട്. ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാൾ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ തത്സമയം പ്രദർശിപ്പിക്കുന്നതിനായി GSA എന്ന സംഘടനയ്ക്ക് വിട്ടുനൽകാനുള്ള നഗരസഭാ കൌൺസിലിന്റെ തീരുമാനത്തിനെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. നഗരസഭയുടെ ഈ തീരുമാനം നിയമപ്രകാരം റദ്ദു ചെയ്യുന്നതിനായി വകുപ്പ് 57 പ്രകാരം സർക്കാരിലേക്ക് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂർ ജോയിന്റ് ഡയറക്ടർ S. ശ്യാമളകുമാരി ഉത്തരവിട്ടു.
ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിക്ക് അയച്ച ഔദ്യോഗിക കത്തിലാണ് ജോയിന്റ് ഡയറക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ ടൗൺ ഹാളോ മറ്റു നഗരസഭാവക സ്ഥലങ്ങളോ ഈ ദിവസങ്ങളിൽ ഫുട്ബോൾ പ്രദർശനത്തിനായി തുറന്നു നൽകരുതെന്നും ഉത്തരവിൽ കർശനമായി നിർദ്ദേശിക്കുന്നുണ്ട്. ഫുട്ബോൾ മത്സരങ്ങൾ തത്സമയം പ്രദർശിപ്പിക്കുന്നതിനുള്ള ഔദ്യോഗിക സംപ്രേഷണാവകാശം ഇല്ലാത്ത സാഹചര്യത്തിൽ ടൗൺ ഹാൾ പോലുള്ള പൊതുസ്ഥലത്ത് പ്രദർശനം നടത്തുന്നത് കോപ്പിറൈറ്റ് ആക്ട് 1957 ലംഘനമാകും. ഇത് നഗരസഭയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യതയും നിയമപ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കാരണമാകും. ഫുട്ബോൾ ആവേശം ഉൾക്കൊണ്ട് വൻ ജനക്കൂട്ടം തടിച്ചുകൂടാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശത്ത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഇത്തരമൊരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നതിനാവശ്യമായ പോലീസ് അനുമതിയോ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉൾപ്പെടെയുള്ള മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളുടെ മുൻകൂർ അനുമതിയോ വാങ്ങിയിട്ടില്ല. സർക്കാരിലേക്ക് അയച്ച് ഇതിന്മേൽ അന്തിമ നടപടി സ്വീകരിക്കുന്നതിന് നിയമപ്രകാരം 15 ദിവസം സമയമെടുക്കുമെന്നിരിക്കെ നഗരസഭാ കൗൺസിലിന്റെ ഈ തീരുമാനം നഗരസഭയ്ക്ക് വൻ നഷ്ടമുണ്ടാക്കും. ഈ സാഹചര്യത്തിൽ ടൗൺ ഹാൾ വിട്ടു നൽകാതിരിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും ഇതിന്റെ പേരിൽ ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതിനായി ആവശ്യമെങ്കിൽ പോലീസിന്റെ സേവനം തേടാനും നഗരസഭാ സെക്രട്ടറിയോട് ജോയിന്റ് ഡയറക്ടർ ആവശ്യപ്പെട്ടു. TCV ഗുരുവായൂർ. പാലപ്പിള്ളി മേഖലയിൽ രാത്രികാലങ്ങളിൽ അമിത ഉയരത്തിൽ തടി കയറ്റി പോകുന്ന ലോറികൾ വ്യാപകമായി കേബിളുകൾ നശിപ്പിക്കുന്നതായി പരാതി. കേബിൾ TV, ഇന്റർനെറ്റ്, ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലകൾ തകരുന്നതിനെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുതുക്കാട് മേഖലാ സെക്രട്ടറി AP റാഫേൽ വനന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകി. റോഡിനു കുറുകെ കടന്നുപോകുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ അമിത ഉയരത്തിലും ഭാരത്തിലും വരുന്ന ലോറികൾ തട്ടി പൊട്ടിവീഴുന്നത് പതിവായിരിക്കുകയാണ്. കേബിളുകൾ പൊട്ടുന്നത് വഴി പ്രദേശത്തെ ഇന്റർനെറ്റ്, കേബിൾ TV തുടങ്ങിയ അത്യാവശ്യ സേവനങ്ങൾ മണിക്കൂറുകളോളമാണ് തടസ്സപ്പെടുന്നത്. ഇത് ഉപഭോക്താക്കളെയും ഓപ്പറേറ്റർമാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന കേടുപാടുകൾ കാരണം വലിയ സാമ്പത്തിക നഷ്ടമാണ് തങ്ങൾക്കുണ്ടാകുന്നതെന്ന് കേബിൾ ഓപ്പറേറ്റർമാർ പറയുന്നു. റോഡിൽ കേബിളുകൾ പൊട്ടിക്കിടക്കുന്നത് അപകട ഭീഷണിയുമാണ്. അമിത ഭാരം കയറ്റിപ്പോകുന്ന തടി ലോറികൾക്കെതിരെ കർശന പരിശോധന നടത്തണമെന്നും ഇതുവരെ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കാണണമെന്നും COA പുതുക്കാട് മേഖലാ സെക്രട്ടറി AP റാഫേൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസ് നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചരിത്രത്തിലുടനീളം തെറ്റായ ഇടപെടൽ നടത്തി സംഘപരിവാർ ചരിത്രത്തെ മതവൽക്കരിച്ചുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകൾ പരിഹരിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI സംസ്ഥാന വ്യാപകമായി ഏരിയ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SFI കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് BSNL ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഏരിയ പ്രസിഡന്റ് അക്ഷയ് അനിൽ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, SFI ജില്ലാ സെക്രട്ടറി T അഭിജിത്ത്, ഏരിയ സെക്രട്ടറി പ്രണവ് പ്രേമൻ, KS അഖിനേഷ്, ഭാഗ്യ K ബാബു, അമൽ കൃഷ്ണ, MS സയനോര തുടങ്ങിയവർ സംസാരിച്ചു. നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകൾ പരിഹരിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നീ മുദ്രാവാക്യമുയർത്തി SFI ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചാവക്കാട് ഹോച്ച്മിൻ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ SFI സംസ്ഥാന കമ്മിറ്റി അംഗം AR അജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PP മുബഷിർ ഖാൻ അധ്യക്ഷത വഹിച്ചു. DYFI ചാവക്കാട് ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആന്റണി, ജില്ലാ കമ്മിറ്റി അംഗം KB സനിക, SFI ഏരിയ ജോയിന്റ് സെക്രട്ടറി PA മുത്തലീബ് തുടങ്ങിയവർ സംസാരിച്ചു. എടക്കഴിയൂരിൽ യുവതിയുടെ വാടക വീട്ടിൽ പാതിരാത്രിയിൽ അതിക്രമം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ ചാവക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊൽക്കത്ത സ്വദേശിയായ രാജുബായാണ് പിടിയിലായത്. എടക്കഴിയൂർ ഗാദിരിയ റോഡിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. യുവതിയുടെ വീട്ടുപറമ്പിലിരുന്ന സ്കൂട്ടർ തള്ളിമറിച്ചിട്ട് നശിപ്പിക്കുകയും വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്ത പ്രതി മുറ്റത്തുണ്ടായിരുന്ന കുഴൽക്കിണർ പൈപ്പും കെട്ടിടത്തിലെ ഇലക്ട്രിസിറ്റി മീറ്റർ ബോർഡും പൂർണ്ണമായും അടിച്ചു തകർത്തു. വീടിന് പുറത്ത് ശബ്ദം കേട്ട് യുവതി ഉണർന്നുവെങ്കിലും ഭയം കാരണം പുറത്തിറങ്ങിയില്ല. കഴിഞ്ഞ ദിവസം വീടിന്റെ പരിസരവും പറമ്പും വൃത്തിയാക്കുന്ന ജോലിക്കായി പ്രതി വീട്ടിലെത്തിയിരുന്നു. യുവതി തനിച്ചാണെന്ന വിവരം മനസ്സിലാക്കിയ പ്രതി യുവതിയോട് മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്തു. വാർഡ് മെമ്പർ സലീം ആച്ചപ്പുള്ളി സ്ഥലത്തെത്തി. തന്ത്രപരമായി ജോലിക്കെന്ന വ്യാജേന വിളിച്ചുവരുത്തിയാണ് പ്രതിയെ ചാവക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
മന്ത്രി ഒ ജെ ജനീഷിന് വീട്ടിൽ ഉച്ചഭക്ഷണം നൽകിയതിന്റെ പേരിൽ മാത്രമാണ് സിപിഐയിൽ നിന്ന് പുറത്താക്കിയതെന്നും ഭക്ഷണം നൽകിയതിന് പാർട്ടി പുറത്താക്കില്ലെന്നും മറ്റു കാരണങ്ങളുണ്ടാകുമെന്ന സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം തെറ്റാണെന്നും PS അബ്ദുൾ റഹ്മാൻ. പുറത്താക്കിയതായി കാണിച്ച് ബ്രാഞ്ച് സെക്രട്ടറി AK ഗംഗാധരൻ നൽകിയ കത്തിൽ കാരണമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മന്ത്രിക്ക് ഭക്ഷണം ഒരുക്കിയത് പാർട്ടിക്ക് അപമാനമുണ്ടാക്കിയെന്നാണ്. വിശദീകരണം പോലും ചോദിക്കാതെയാണ് ബ്രാഞ്ച് സെക്രട്ടറി കത്ത് നൽകി പോയതെന്നും നടപടിക്ക് ശേഷം പല നേതാക്കളും ബന്ധപ്പെട്ടിരുന്നു എന്നും അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. പുറത്താക്കിയതിന് മറ്റു കാരണങ്ങൾ ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ടെങ്കിലും എന്താണ് കാരണമെന്ന് ഇതുവരെ ഒരു നേതാക്കളും പറഞ്ഞിട്ടില്ല. വിദേശത്തു നിന്നെത്തിയ മകൻ ആവശ്യപ്പെട്ടതനുസരിച്ച് മന്ത്രിക്ക് ഭക്ഷണം നൽകിയ കാരണമല്ലാതെ യാതൊന്നും കത്തിൽ കാണിക്കാനോ നേതാക്കൾക്ക് വിശദീകരിക്കാനോ കഴിയുന്നില്ല. ഈയൊരു കാരണം മാത്രമാണ് കത്തിൽ വിശദീകരിക്കുന്നുള്ളൂ എന്നതിനാൽ കുറ്റബോധം ഒട്ടുമില്ലെന്നും ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ലെന്നും PS അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. പഴയന്നൂർ തിരുവില്ലാമല പ്രധാന പാതയിലെ റോഡരികിലുള്ള മരങ്ങൾ വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു. കൂട്ടുപാതയ്ക്ക് സമീപം റോഡരികിൽ ഉണങ്ങി നിൽക്കുന്ന വൻമരം ഏതു നിമിഷവും വീഴാറായ നിലയിലാണ്. വൈദ്യുതി ലൈനുകൾ ഇതിനോട് തൊട്ട് താഴെയാണ് കടന്നുപോകുന്നത്. കാൽനട യാത്രക്കാരായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയായ മരം മുറിച്ചു മാറ്റണമെന്നാണ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്കൊരു അറിയാൻ കഴിയും, തിരുവില്ലാമല നമ്മുടെ പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമായ പാമ്പാടി മുഴുവൻ ചീരക്കുഴി വരെ നോക്കുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും പല വൃക്ഷങ്ങളും അപകടകരമായ രീതിയിലാണ് നിലനിൽക്കുന്നത്. കുട്ടികൾ നടന്നു പോകുന്ന കുട്ടികൾക്ക് വരെ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഈ മരങ്ങൾ നിൽക്കുന്നത്. ഈ അടുത്ത ദിവസം തന്നെ നമ്മുടെ പുനർജനിയുടെ അവിടെ ഒരു മരങ്ങൾ കടപുഴകി വീണു എന്തോ പലപ്പോഴും നമ്മൾ അത്ഭുതമായി രക്ഷപ്പെടുകയാണ്. മറ്റ് അപകടങ്ങളൊന്നും സംഭവിക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു എന്നുദ്ദേശിച്ച് എന്നും ഇത് സംഭവിക്കണമെന്നില്ല. അപ്പം അതിനൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക് കൊടുങ്ങല്ലൂർ എറിയാട് സ്കൂൾ കുട്ടികളെയും മറ്റും ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി മധ്യവയസ്കൻ തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായി. SN പുരം പള്ളിനട സ്വദേശി പാമ്പിനടുത്ത് വീട്ടിൽ മുഹമ്മദ് അലിയാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ SI വിവേക്, CPOമാരായ അമൽദേവ്, ഷമീർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൂട്ടം തെറ്റിയ ബീഹാർ സ്വദേശിയായ 5 വയസ്സുകാരിയെ സുരക്ഷിതമായി അമ്മയെ ഏൽപ്പിച്ച് മാള പോലീസ്. ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ട സ്വകാര്യ ബസിന്റെ ഉടമകളാണ് പോലീസിനെ അറിയിച്ചത്. SI KR സുധാകരന്റെ നേതൃത്വത്തിൽ CPOമാരായ ഏഞ്ചൽ, ഹരികൃഷ്ണൻ, ഹോംഗാർഡ് മനോജ് എന്നിവരടങ്ങിയ സംഘം സ്ഥലത്തെത്തി കുട്ടിയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് ബസ് ഉടമകളായ റെക്സി സൈമൺ, MA മനോജ് എന്നിവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയുടെ അമ്മയെയും സഹോദരിമാരെയും കണ്ടെത്തിയത്. കുട്ടി ബസിന്റെ മുൻവശത്ത് അമ്മയോടൊപ്പം ഉണ്ടാകുമെന്ന് സഹോദരങ്ങളും പിന്നിൽ സഹോദരങ്ങൾക്കൊപ്പമായിരിക്കുന്നുവെന്ന് അമ്മയും തെറ്റിദ്ധരിച്ചതായിരുന്നു കുട്ടി സ്റ്റാൻഡിൽ ഒറ്റപ്പെടാൻ കാരണമായതെന്ന് പോലീസ് അറിയിച്ചു. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായുള്ള 10ാം ഘട്ട നടീൽ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടത്ത് നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫവാസ്, ബ്ലോക്ക് അംഗങ്ങളായ ബിന്ദുമോൾ, സവിത ജനൻ, PC സുബ്രൻ, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ അഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയായ പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിലെ 16ാം വാർഡിൽ നടന്ന ചെണ്ടുമല്ലി തൈ നടീൽ ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പറെ ഒഴിവാക്കിയതായി പരാതി. കോൺഗ്രസുകാരിയായ വാർഡ് മെമ്പർ ശ്രീജ പ്രതീഷിനെ അറിയിക്കാതെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചതെന്നാണ് പരാതി. ഇതുവരെയായിട്ടും ഈ സമയം വരെ ബ്ലോക്ക് പ്രതിനിധികളോ കൃഷി ഓഫീസറോ CDSോ കുടുംബശ്രീ ചെയർപേഴ്സണോ ആധികാരികമായിട്ട് മെമ്പറുടെ വാർഡിൽ ഇന്ന് ചെണ്ടുമല്ലിത്തൈയുടെ വിതരണം, ബ്ലോക്ക് തല ഉദ്ഘാടനം രാമചന്ദ്രൻ അവർകൾ നടത്തുന്നുണ്ടെന്നും മെമ്പർ അതിൽ പങ്കെടുക്കണമെന്നും മെമ്പറുടെ വാർഡാണ് അതിനെ തെരഞ്ഞെടുത്തതെന്നും ആധികാരികമായിട്ട് ഒരു അറിയിപ്പും എനിക്ക് ഈ സമയം വരെ ലഭിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ എന്നിവർ
പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. ഔദ്യോഗിക പരിപാടികൾ രാഷ്ട്രീയവൽക്കരിക്കുന്ന LDF നിലപാടിൽ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ, മെമ്പർമാരായ സിജി രാജേഷ്, സിബി പൌലോസ്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജിനേഷ് വെട്ടിയാട്ടിൽ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര കട്ടിപ്പൊക്കത്ത് റോഡരിക് ഇടിഞ്ഞു വീണത് കെട്ടി സംരക്ഷിക്കാൻ നടപടിയായില്ലെന്ന് പരാതി. ഇതുമൂലം കട്ടിപ്പൊക്കം റോഡിലൂടെയുള്ള സഞ്ചാരം ഒരാഴ്ചയിലേറെയായി തടസ്സപ്പെട്ടു. റോഡിന്റെ ഇടിഞ്ഞ ഭാഗം എത്രയും വേഗം കെട്ടിസംരക്ഷിച്ച് ഗതാഗത സൗകര്യം പുനഃസ്ഥാപിക്കണമെന്ന് പൊതുപ്രവർത്തകനായ സജീവ് കുമാർ പൈങ്കയിൽ ആവശ്യപ്പെട്ടു. ഒരു 10 അടി ഉയരമുള്ള പഞ്ചായത്ത് റോഡ് മേക്കാടൻ പുഷ്പൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന്റെ മുൻവശത്തേക്ക് ഇടിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 3 ആഴ്ചക്കാലം കഴിഞ്ഞു. ഇതുവരെ അതൊന്ന് കെട്ടാനോ പഞ്ചായത്ത് അധികൃതർ അവിടെ എത്തി നോക്കാനോ തയ്യാറായിട്ടില്ല. വാർഡ് മെമ്പറെ വിവരം അറിയിച്ചു, എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ രാത്രി പെയ്ത മഴയ്ക്ക് റോഡ് ഒന്നുകൂടി ഇടിഞ്ഞ അവസ്ഥയിലാണ്. ഇത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികാരികളോ ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലം സന്ദർശിച്ച് ആ സൈഡ് വാളുകൾ പണിത് എത്രയും പെട്ടെന്ന് റോഡിനെ സുരക്ഷിതത്വത്തിൽ കൊണ്ടുവരണമെന്നാണ് ഇവിടെ ഞങ്ങൾ ഓട്ടോ ഡ്രൈവർമാർക്കും വെള്ളിക്കുളങ്ങര പ്രകൃതി സംരക്ഷണ പ്രവർത്തകർക്കും ഇവിടെ നാട്ടുകാർക്കും അറിയിക്കാനുള്ളത്. ഏതാനും ദിവസം മുൻപാണ് ശക്തമായ മഴയിൽ 10 അടിയോളം ഉയരത്തിലുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തി കട്ടിപ്പൊക്കത്തുള്ള മെയ്ക്കാടൻ പുഷ്പൻ എന്നയാളുടെ വീട്ടുമുറ്റത്തേക്ക് ഇടിഞ്ഞു വീണത്. ഇതേ തുടർന്ന് അപകടാവസ്ഥയിലായ റോഡിലൂടെ ഗതാഗതം സാധ്യമല്ലാതായി. സ്കൂൾ വാഹനങ്ങളടക്കം പോയിരുന്ന റോഡിലൂടെ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ ബുദ്ധിമുട്ട് നേരിടുകയാണ്. റോഡ് ഇടിഞ്ഞ കാരണം ഒറ്റ ഓട്ടോറിക്ഷ വരെ പോകാൻ പറ്റില്ല. അത് എത്രയും വേഗം പഞ്ചായത്തുകാർ വേണ്ട ആൾക്കാർ അതിന് നടപടിയെടുത്ത് കെട്ടി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റോഡ് ഇടിഞ്ഞതുമൂലം പ്രദേശത്തെ വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ഏറെ ദൂരം ചുറ്റി സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ്. വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാൻ കഴിയാത്തതിനാൽ പ്രദേശത്തെ കിടപ്പ് രോഗികളെ ആശുപത്രിയിലെത്തിക്കാനും ബുദ്ധിമുട്ട് നേരിടുന്നതായി നാട്ടുകാർ പറഞ്ഞു. TCV ന്യൂസ്, കൊടകര. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ അവന്യൂ ജില്ലയിൽ പ്രവേശിച്ച മയക്കുമരുന്ന് വധശ്രമ കേസുകളിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മുരിങ്ങൂർ സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ അശ്വിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി വ്യാപാരി പിടിയിൽ. ചാപ്പാറ വെളുത്തേരി വീട്ടിൽ സലാമാണ് അറസ്റ്റിലായത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഇയാൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ക്യാൻസർ രോഗബാധിതനായ വിദ്യാഭ്യാസ വകുപ്പ് മുൻ ജീവനക്കാരന്റെ പ്രൊവിഡന്റ് ഫണ്ട് ക്ലോസ് ചെയ്തില്ലെന്ന പരാതിയിൽ സൂപ്പർ ചെക്ക് ഓഫീസർ നേരിട്ട് ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം P. ഗീത ഉത്തരവിട്ടു. ഈ മാസം 18-ന് ചാലക്കുടി PWD റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ വിദ്യാഭ്യാസ വകുപ്പ് മലബാർ റീജിയൻ സൂപ്പർ ചെക്ക് ഓഫീസർ നേരിട്ട് ഹാജരായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ചാലക്കുടി കാടുകുറ്റി സ്വദേശിയായ മുൻ ജീവനക്കാരന്റെ പരാതിയിലാണ് നടപടി. അരനൂറ്റാണ്ടായി ഫോട്ടോഗ്രാഫി രംഗത്തുള്ള ഇരിങ്ങാലക്കുട സ്വദേശി AC ജയൻ പകർത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി അണ്ടർ ദി പീപ്പിൾ ട്രീ എന്ന പേരിലുള്ള ഫോട്ടോ പ്രദർശനത്തിന് ചുങ്കാൽ ഫോട്ടോ മ്യൂസ് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. KK രാമചന്ദ്രൻ ML ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ചിറ്റിലപ്പള്ളി, മറ്റത്തൂർ പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ്, ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, നന്ദകുമാർ മൂടാടി തുടങ്ങിയവർ സംസാരിച്ചു. പ്രദർശനം ഈ മാസം 24-ന് സമാപിക്കും.
ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളെ വരവേറ്റുകൊണ്ട് മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച സ്കൂൾ വേൾഡ് കപ്പ് മത്സരം ആവേശകരമായി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേക മത്സരങ്ങൾ നടന്നു. പെൺകുട്ടികളുടെ മത്സരത്തിൽ അർജന്റീന ഫാൻസ് ടീം ഏകപക്ഷീയമായ 1 ഗോളിന് ബ്രസീൽ ഫാൻസ് ടീമിനെ തോൽപ്പിച്ചു. ഡിൽന ഷാജു അർജന്റീന ഫാൻസിന് വേണ്ടി ഗോൾ നേടി. തുടർന്ന് നടന്ന ആൺകുട്ടികളുടെ മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രസീൽ ഫാൻസ് അർജന്റീന ഫാൻസിനെ പരാജയപ്പെടുത്തി. ബ്രസീൽ ഫാൻസിന് വേണ്ടി സഫാൻ 2 ഗോളും യദു 1 ഗോളും നേടി. വിജയികൾക്ക് പ്രധാന അധ്യാപകൻ ജെയ്മോൻ ജോസഫ് ട്രോഫികൾ സമ്മാനിച്ചു. ലോകകപ്പ് ആവേശത്തിന് പിന്നാലെ അർജന്റീനൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയോടുള്ള അടങ്ങാത്ത ആരാധന വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് തൃശൂർ തിപ്പിലശ്ശേരിയിലെ ഫുട്ബോൾ പ്രേമികൾ. 45 അടി ഉയരമുള്ള കട്ടൌട്ടാണ് അർജന്റീന ഫാൻസ് തിപ്പിലശ്ശേരി കൂട്ടായ്മ സ്ഥാപിച്ചിരിക്കുന്നത്. കാറ്റിനെയും പ്രതികൂല കാലാവസ്ഥയെയും പ്രതിരോധിക്കാൻ തക്കവണ്ണം ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടുള്ള പ്രത്യേക ഫ്രെയിമിലാണ് കട്ടൌട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഹരിതാപമായ പാടശേഖരത്തിന് സമീപം ഉയർന്നു നിൽക്കുന്ന കട്ടൌട്ട് കാണാനും ചിത്രങ്ങൾ പകർത്താനുമായി നിരവധി ഫുട്ബോൾ പ്രേമികളാണ് തിപ്പിലശ്ശേരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രത്തെ വളച്ചൊടിച്ചും വ്യാജമായി പുനർനിർമ്മിച്ചും സമൂഹത്തിൽ തെറ്റായ ധാരണകൾ സൃഷ്ടിക്കുന്നത് ഭാവി തലമുറയോട് ചെയ്യുന്ന അനീതിയാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ അഭിപ്രായപ്പെട്ടു. ചരിത്ര സത്യങ്ങളെ മറച്ചുവെച്ച് ഫാസിസ്റ്റ് ശക്തികൾ അപകടകരമായ രീതിയിൽ കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ ചരിത്ര വസ്തുതകൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും പുതിയ തലമുറയെ അതിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്നും മന്ത്രി പറഞ്ഞു. സുന്നി മഹല്ലി ഫെഡറേഷന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഹിസ്റ്ററി കോൺഫറൻസ് കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലെ താൽക്കാലിക ജീവനക്കാരിൽ ചിലർ ഓഫീസിൽ വെച്ച് മദ്യപിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് ഫിഷറീസ് വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഫിഷറീസ് വകുപ്പ് താൽക്കാലികമായി നിയമിച്ച 5ലധികം ഗാർഡുമാർക്കെതിരെയും ചില സ്ക്വാഡുമാരെയും അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്തുമെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നത്. അതേസമയം ഇത് മാസങ്ങൾക്ക് മുമ്പുള്ളതാണെന്നും ഓഫീസിലെ ചില ജീവനക്കാർ തന്നെയാണ് ഇത് പ്രചരിപ്പിച്ചതെന്നും ആരോപണമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സീമ അഴീക്കോട് എത്തി ജീവനക്കാരിൽ നിന്നും തെളിവെടുത്തു. ആരോപണ വിധേയരായവരെ വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാവക്കാട് മുനയ്ക്കൽ സെന്ററിലെ ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. 2 ദിവസത്തിനകം ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകുമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,040 രൂപ, പവന് 1,12,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ജില്ലയെ വിറപ്പിച്ച് മിന്നൽ ചുഴലി. പൂച്ചട്ടിയിലും കൊഴുക്കുള്ളിയിലും മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. ഭവൻസ് സ്കൂളിൽ മരങ്ങൾ വാഹനങ്ങളുടെ മുകളിലേക്ക് വീണു. വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. പറപ്പൂക്കര രാപ്പാൾ പള്ളത്ത് ശക്തമായ മഴയിൽ കുറുമാലിപ്പുഴയുടെ ബണ്ട് ഇടിഞ്ഞു. പുഴ ഗതിമാറി ഒഴുകുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്. SC മൊയ്തീൻ MLA കരിങ്കൊടി കാണിക്കാൻ ശ്രമം. 3 കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം നീളും. ഗുരുവായൂർ നഗരസഭ ടൗൺഹാൾ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ തത്സമയം പ്രദർശിപ്പിക്കുന്നതിനായി GSA എന്ന സംഘടനയ്ക്ക് വിട്ടുനൽകാനുള്ള നീക്കത്തിന് തിരിച്ചടി.
നഗരസഭാ കൌൺസിലിന്റെ തീരുമാനത്തിനെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. പാലപ്പള്ളി മേഖലയിൽ രാത്രികാലങ്ങളിൽ അമിത ഉയരത്തിൽ തടി കയറ്റി പോകുന്ന ലോറികൾ വ്യാപകമായി കേബിളുകൾ നശിപ്പിക്കുന്നതായി പരാതി. സിഒഎ പുതുക്കാട് മേഖലാ സെക്രട്ടറിയാണ് വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. Key OTT. 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs.